വേണ്ടേ എന്തുവാടാ കണ്ണു കാണാൻ പാടില്ല? ഒരു ചായ എടുക്കണോ? ആ കന്നും പാലാണോ? അല്ലച്ചോ, പശുവും പാല. ആ അല്ലേ തന്നെ പാല ഏതായാലും എന്താ, എനിക്ക് വേണ്ട ചായ. ആ നല്ല കടുപ്പത്തിൽ മധുരം കുറച്ചൊരു ചായ എടുത്തോ. ഓ നല്ല ചൂടുണ്ട്. നീ ഇത് അന്നമ്മയ്ക്ക് കൊണ്ടുപോയി കൊടുക്ക. അവക്കൊണ്ടൊരു തലവേദന വരാ, പിന്നെ പണിപ്പാടാ. അച്ചോ എങ്ങോട്ട് പോവാ? ആ ഇനിയും പോണോടാ കൊച്ചനെ, അങ്ങ് മോളി പോണം. ആനമല എസ്റ്റേറ്റിലോട്ടാ. ഇപ്പൊ പോയാലും ഇരുട്ടിയ ജേ ചെല്ലത്തുള്ളൂ. അച്ചോ ആനക്കൂട്ട് ഇറങ്ങിയിട്ടുണ്ട്. നേരെ അച്ചോ, പള്ളിക്കാരിയാന്ന് വിചാരിച്ച് നേരം കെട്ട നേരത്ത് മേപ്പോട്ട് തള്ളിക്കറി പോവല്ലേ അച്ചോ, പണി പാടാവേ. അതിനിത് പള്ളിക്കാരിയുമല്ലടോ, കുടുംബക്കാരിയുമാ. അതാ നിർത്തില്ലാത്ത. ഇനിയിപ്പോഴേ റോഡിലും ആരും കാണത്തില്ല. ഈ അച്ഛൻ ഇത് എവിടെ പോയി കിടക്കുവാ? എടാ കാർലോസേ, നീ പോയി ഒന്ന് വിളിച്ചേ. ഓ വന്നോ? ഞാൻ വിചാരിച്ച അച്ഛൻ അവിടെ അങ്ങ് നിൽക്കാൻ പോവാന്ന്. അന്നാമു വേണ്ടേ, ഇവിടെ നിൽക്കുന്നതാ നല്ലത്. മോളിലെ ആനക്കൂട്ടം ഇറങ്ങിയിട്ടുണ്ട്. അങ്ങോട്ട് തള്ളിക്കയറി പോയ പ്രശ്നമാ. ആ നേരാ അന്നാമു, ആന ചവിട്ടി കൊല്ലുന്നതേ അത്ര സുഖമുള്ള കാര്യമൊന്നുമല്ല. നോക്ക്, നമുക്കിപ്പൊ തിരിച്ചങ്ങ് പുറപ്പെട്ട നേരം വെളുക്കുമ്പോ വീട്ടിൽ ചെല്ലാം. അതാ നല്ലത്. ആനക്കൂട്ടോ കൊള്ളാവല്ലോ. പ്ലാന്റൊരു കോരച്ചാൻ അറിയാൻ വയ്യാത്ത ഒരാനയും ഈ ആനമലക്കാട്ടിലില്ല. കേറച്ചോ വണ്ടിയിലോട്ട്. എടാ കാർലോസ വണ്ടി എടാ. ഈ അച്ഛനെ കൊണ്ട്. അച്ചോ ഒരു കാര്യത്തിനിറങ്ങി അത് നടത്തിയും വെച്ച് വേണം വീട്ടിലോട്ട് തിരിച്ചു ചെല്ലാൻ. അല്ലാതെ പിന്നെ വണ്ടി എടാ. എന്തോ തണുപ്പായത്. ഇക്കണക്കിന് വെളുപ്പാൻ രാവിലെ ആ കുറുമഞ്ചോലയ്ക്ക് ഇറങ്ങുന്നത് എങ്ങനെയാന്നാ ഞാൻ വിചാരിക്കുന്നത്. ആ പെരപ്പം കവല കഴിഞ്ഞാൽ പിന്നെ ഒരുതരം വല്ലാത്ത തണുപ്പാ. മീനമാസത്തിൽ പോലും രാത്രി ചിലപ്പോൾ നമ്മുടെ മേല് വിറയ്ക്കും. കഴിഞ്ഞ പ്രാവശ്യം കിഴക്കമ്മലയില് ഉണ്ടംപാറയ്ക്ക് തമ്പിച്ചായം കൂപ്പ് പിടിച്ചപ്പോ ഞാൻ കുറച്ച് അനുഭവിച്ചതാ എൻ്റെ പൊന്നു സോമാ. സോമാ, നീ വേണേ കുറച്ച് ഉറങ്ങിക്കോ. ഞാനേതായാലും ഉറങ്ങാനൊന്നും പോകുന്നില്ല. തമ്പിച്ചാൻ എണീക്കുമ്പോ വേണം ആരെങ്കിലും അരികില്. ഒറ്റയ്ക്ക് ഉറക്കം നിൽക്കുന്നത് എങ്ങനെയാ? ഞാനും ഉണർന്നിരിക്കുക. നീ ഉറങ്ങിക്കോ. ആ തേണ്ടേ, വേണേ ഈ ഷീറ്റ് എടുത്ത് അങ്ങോട്ട് വിരിച്ചോ. ആ ദേ തമ്പിച്ചാനെ ഉണത്തല്ലേ. ആ വേണ്ടെന്നേ, ഞാനിവിടെ കിടക്കാം. ആന ഇറങ്ങിയതാ. രാത്രി കിടന്നങ്ങ് മലന്നാലേ ചിലപ്പോ നേരം പുലരുമ്പോ പൊടി പോലും കാണത്തില്ല, പറഞ്ഞേക്കാം. ഓ പിന്നെ ഓ
ये दोस्ती हम नहीं तोड़ेंगे तोड़ेंगे हम मगर तेरा साथ ना छोड़ेंगे ये दोस्ती हम नहीं तोड़ेंगे. അമ്മച്ചിയേ, അമ്മച്ചി, അമ്മച്ചി അമ്മച്ചി അമ്മച്ചി, അമ്മച്ചിയേ അമ്മച്ചി എന്തുവാടാ? അമ്മച്ചി എന്തുവാ? ഇച്ചായൻ കിഴക്കമ്മലയിലോട്ടാ പോയെന്ന്. കിഴക്കമ്മല? പാങ്ങപ്പാറ ചന്തയ്ക്ക് പോയി. അതെ, ആ. ചിറ്റമ്പള്ളി ചന്തയ്ക്ക് പോവും, ടക്കേന്ന് വരുമെന്ന് പറഞ്ഞാ ഇവിടുന്ന് ഇറങ്ങിയേ. എന്നിട്ടിപ്പം പാങ്ങപ്പാറയ്ക്ക് പോയെന്ന് എന്തോ പറയാനാ? അല്ലേ, കൊള്ളാവല്ലോ ഗുണവധികാര്യം. അവനിപ്പൊ ചന്തയിൽ പോയി വിറ്റ് കിഴിയും കെട്ടിക്കൊണ്ട് വന്നിട്ട് വേണ്ടായോ ഇവിടെ ഉള്ളവർക്ക് കഞ്ഞി കുടിച്ച് കിടക്കാൻ? ആ, പാങ്ങപ്പാറ ചന്തയിലോട്ടോ? ആ, പാങ്ങപ്പാറ ചന്തയെങ്കിൽ പാങ്ങപ്പാറ ചന്ത. അതങ്ങ് കൊണ്ടാരി മൂലയ്ക്കൊന്നും അല്ലല്ലോ. അല്ലേ, അച്ഛൻ ഇത് എന്തോ കണ്ടോണ്ടിരിക്കുവാച്ചോ. ഇവരൊക്കെ പറയുന്ന കേട്ടില്ലയോ? വാ, നമുക്ക് പോയേക്കാം. നീ എന്തുവാ അന്നമ്മേ പറയുന്നേ? ഇപ്പൊ എല്ലാം കൂടെ 140 കിലോമീറ്റർ യാത്ര ചെയ്ത് വന്നതല്ലേ ഉള്ളൂ. ഓ, നട്ടെല്ലും കുത്തി ഒന്ന് ഇരുന്നേച്ചും പോരായോ അടുത്ത ആക്രമണം? അല്ലേ, നട്ടല് കുത്തിച്ചാരി ഇരുന്ന് വിശ്രമിക്കാനാന്നോ ഈ കണ്ട ദൂരം യാത്ര ചെയ്ത് നമ്മൾ ഇങ്ങോട്ട് വന്നത്? എനിക്കവനെ ഇപ്പൊ കാണണം. കണ്ടേച്ചുവേ ഞാൻ അടങ്ങിയിരിക്കത്തുള്ളൂ. ആഹാ, അച്ഛൻ വേണമെങ്കിൽ ഇവിടെ കുത്തിയിരുന്നോ, ഞാനങ്ങ് പോവാ. അയ്യോ, എന്റെ പൊന്നന്നാമോ, കണ്ണ് ചിമ്മി തുറന്ന ഇപ്പൊ ഇരുണ്ട് വെളുക്കത്തില്ലയോ? ചിലപ്പോ രണ്ടാം കോഴി പോകുന്നതിന് മുമ്പ് അവനിങ്ങെത്തും. അമ്മച്ചി, പാങ്ങപ്പാറയ്ക്കുള്ള വഴി ഇരുട്ടിയാ കൊള്ളത്തില്ല. കിഴക്കമ്മലയിൽ ആനക്കൂട്ടം ഇറങ്ങിയിട്ടുള്ളോണ്ട് വൈകുന്നേരം മുതലേ വഴിയിലെങ്ങും ആരുമില്ല. അല്ലേലും ഇരുൾ നേരത്ത് അമ്മച്ചി ഇറങ്ങി പോവല്ലേ? അല്ലേ തന്നെ വിശ്വസിക്കാൻ കൊള്ളാത്ത കാലമാണ്. ഞാൻ പോയിച്ചു വരാം ഇപ്പൊ തന്നെ പാങ്ങപ്പാറയ്ക്ക്. അമ്മച്ചി ഇവിടെ അങ്ങ് ഇരുന്നാ മതി. ഞങ്ങളൊക്കെ അല്ലയോ ഇവിടെ. പിന്നെ ഇയാള് പോകാത്ത കുഴപ്പേ ഉള്ളൂ. കൊല്ലം മുക്കി കോന്തൻ ഇറങ്ങിയ പോലെ പോയേച്ചും വന്നിട്ട് എന്തോ ചെയ്യാനാ? ഞാൻ അറിയാത്തതൊന്നും അല്ലല്ലോ ഈ ആനമലക്കാട്. എന്റെ അന്നാമോ, നിനക്ക് എത്ര ഇപ്പൊ പ്രായമൊന്നും അറിയാവോ? പണ്ടത്തെ പോലെ വരുമോ ഇപ്പോ? എനിക്കൊന്നും അറിയണ്ട, എനിക്കിപ്പൊ കാണണം അവനെ. അവനെ കണ്ടും വെച്ച് ആ കുരുവിത്തടത്തുകാര് പറഞ്ഞ ആലോചന നടത്തണം. അത് നടത്തിയേച്ചേ അന്നമ്മയ്ക്ക് ഇനി സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റത്തുള്ളൂ. ആരോട് പറയാനാ? എന്നാ ഇനിയിപ്പൊ എങ്ങോട്ടാ പോണ്ടെന്ന് പറഞ്ഞാ മതി. എന്റെ കർത്താവേ, അവസാന കാലത്ത് ആന ചവിട്ടിക്കൊല്ലാനാണ് വിധിയെങ്കിൽ അങ്ങനെ നടക്കട്ടെ. അല്ലേ, നിന്റെ തീരുമാനം അതാണെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ. അല്ലേ, ഇറങ്ങുന്നില്ലയോ? വാ പോകാം. പാങ്ങപ്പാറയ്ക്കെങ്കിൽ പാങ്ങപ്പാറയ്ക്ക്. ഇരുട്ടത്ത് തള്ളിക്കേറി ചെന്ന് ഇന്നിനിയിപ്പൊ എന്തോ കാണാനാ? കൈതട്ടി തപ്പി നടക്കാം. അങ്ങനെയെങ്കിൽ അങ്ങനെ. അമ്മച്ചിയെ, കാലത്തിച്ചായം വന്നില്ലേ, നമുക്ക് അങ്ങോട്ട് പോവാം. പേരും വിവരവും ഇല്ലാതെ ആരാ എന്തുവാന്ന് നോക്കാൻ വന്നതാ. അപ്പോഴത്തേക്കും വലിഞ്ഞിരിക്കുന്നു. ഈ കണക്കിന് എന്നെ ചത്ത അടക്കിയാലും അവൻ അറിയത്തില്ലല്ലോ. കഴിഞ്ഞ ചിങ്ങമാസത്തിൽ കണ്ടതാ അവനെ. ഇപ്പൊ മാസം 3 ആയി. അതിയാനും അങ്ങനെ ആയിരുന്നു. എന്റെ അന്നമ്മോ, നീ ഇന്ന് നേരം പുലർന്നിട്ട് എന്തേലും കഴിച്ചോ? എന്തോ വിചാരിച്ചോണ്ടാ നീ? വല്ല ദീനവും വാങ്ങിച്ചു വെട്ടി കൊല്ലാപ്പുണ്ടാക്കി വയ്ക്കല്ലേ? ഓ പിന്നെ, എന്തോ പറഞ്ഞാലും ഈ അച്ഛന് തിന്നുന്ന കാര്യമേ ഉള്ളൊരു ഓർമ്മ. ചുമ്മാ ഇരുന്ന് തിന്നുന്നവർക്ക് ദീനം വേറെ പിടിക്കും. ഹാ, മനുഷ്യൻ്റെ ഉള്ളിൽ തീയ. അപ്പോഴാ ഒരു തീറ്റക്കാര്യം കൊണ്ട് വന്നേക്കുന്നേ. ഓ, എന്റെ കർത്താവേ, ഇതെന്തോ ഒരു നാവുദോഷമാ. തിരിച്ചിട്ട് പറഞ്ഞാലും മറിച്ചിട്ട് പറഞ്ഞാലും കുഴപ്പം മുഴുവൻ എന്റേതാ. അല്ലേലും അച്ഛനൊന്നും മനസ്സിലാവുകയില്ല.
കുടുംബവും കൂട്ടക്കാരും ഉള്ളവരുടെ വിഷമം അച്ഛൻ എങ്ങനെയാ മനസ്സിലാവുന്നേ? ഒടുക്കം വന്ന തിരിച്ചും പെറുക്കിയും മാറ്റിയ അന്നാമ്മയ്ക്ക് ആരുമില്ല. സത്യമാ നീ പറഞ്ഞേ. നീ ഇപ്പോഴാ ഒരു സത്യം പറഞ്ഞേ. എനിക്കൊന്നും മനസ്സിലാവത്തില്ല. കർത്താവ് തമ്പുരാനറിയാം എന്റെ മനസ്സിലെരിയുന്നത്തിയെ. ഒന്നുമില്ലേലും നിന്നെപ്പറ്റ വയറല്ലയോ എന്നെയും പറ്റേ. കോരച്ചായം പോയ പിന്നെ വർഷം 10-20 ഞാൻ കണ്ണും പൂട്ടി ഒന്ന് ഉറങ്ങിയിട്ട്. ദിവസം ചെല്ലും തോറും എനിക്കങ്ങ് ആദിയാ. എഴുതി തീർത്ത കണക്കിന്റെ ലാഭവും നഷ്ടവും നോക്കുവാന്നോ തമ്പി എന്നൊരു തോന്നല്. വക്കീലൊന്നും പറഞ്ഞില്ല. ദേ ഇത് കേട്ടില്ലയോ? പാദസാം നിജയം വാർന്നൊഴിഞ്ഞളവ് സേതുബന്ധനോദ്യോഗം എന്തടോ എന്ന്. വെള്ളം മൊത്തം വാർന്നേച്ചും ആരെങ്കിലും തടകെട്ടാൻ ഇറങ്ങുമോ? അങ്ങനെ ആരെങ്കിലും ചോദിക്കരുത്. അല്ല, ആരെങ്കിലും അല്ല, അവൻ തന്നെ, ആ കൃഷ്ണമൂർത്തി. അവനങ്ങനെ നമ്മളോട് ചോദിക്കരുത്. ഓ തുടങ്ങി. സ്വാമിയുടെ ആട്ടക്കളി ഭ്രാന്തി തീർന്നേച്ചു മതി. ബാക്കിയെല്ലാം മനുഷ്യന് മനസ്സിലാകുന്ന ഭാഷ വല്ലതുണ്ടേ പറയടോ. ആട്ടക്കളി അല്ലടോ മെക്കാടാ, സാക്ഷാൽ കളി എന്ന് വെച്ചാൽ ഗെയിം. നല്ല ശുദ്ധമായ ചതുരംഗം. രാജ്യം തന്നെ പണയം വെച്ച് നഷ്ടമായി പോകുന്ന പഴയ പകിടകളി. ചേടാ, ഇത് വല്ലാത്ത കയ്യക്കെട്ടാണല്ലോ. സ്വാമി പിടികിട്ടുന്ന എന്തേലും ഒന്ന് പറ. സ്വാമി പറയട്ടടോ. എന്തേലും പറയുന്നതിന് മുമ്പ് ഇയാളെന്തിനാ പല്ലേ കയറി കുത്തുന്നേ?